വലിയ സാമ്രാജ്യം എങ്ങനെയാണ് ശരിക്കും രൂപപ്പെടുന്നത്, അതും ഒന്നുമില്ലാത്തിടത്ത് നിന്ന്? ഇന്ന് നമ്മൾ ആ കഥയിലേക്കാണ് പോകുന്നത്. വിഭജിച്ചു കിടന്ന ഒരു ഉപഭൂഖണ്ഡത്തെ ആദ്യമായി ഒരുമിപ്പിച്ച ഇന്ത്യയുടെ ആദ്യത്തെ യഥാർത്ഥ ചക്രവർത്തി ചന്ദ്രഗുപ്ത മൗര്യന്റെ കഥയിലേക്ക്. ഓക്കെ, അപ്പോൾ ഈയൊരു സാമ്രാജ്യത്തിന്റെ ഉദയത്തിലേക്കുള്ള നമ്മുടെ യാത്രയുടെ ഒരു രൂപരേഖ ഇതാണ്. നമ്മൾ ആദ്യം മൗര്യന്മാർക്ക് മുൻപുള്ള ഇന്ത്യയുടെ അവസ്ഥയിൽ നിന്ന് തുടങ്ങും. പിന്നെ ചന്ദ്രഗുപ്തൻ എങ്ങനെ ഉയർന്നു വന്നു, ആ സാമ്രാജ്യം എങ്ങനെ പടുത്തുയർത്തി, സെലൂക്കസുമായുള്ള ആ നിർണായകമായ ഉടമ്പടി, പിന്നെ ഭരണരീതികൾ, അവസാനം അദ്ദേഹം ബാക്കിവെച്ച ആ വലിയ പാരമ്പര്യം എന്നിവയൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ചന്ദ്രഗുപ്തൻ വരുന്നതിന് തൊട്ടുമുൻപ് ഇന്ത്യയുടെ അവസ്ഥ എന്തായിരുന്നു? അതൊരു അസ്ഥിരത കാലഘട്ടമായിരുന്നു. ഒരുപാട് ചെറിയ രാജ്യങ്ങൾ, അധികാരത്തിനു വേണ്ടി എപ്പോഴും നടക്കുന്ന വടംവലികൾ, അങ്ങനെ ഒരു കേന്ദ്ര ശക്തിയില്ലാത്ത ഒരു രാഷ്ട്രീയ ഭൂമികയായിരുന്നു അത്. ഈ സമയത്ത് ഇന്ത്യയിൽ പ്രധാനമായും 2 അധികാരശൂന്യതകളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് കിഴക്ക്, അതായത് നന്ദസാമ്രാജ്യം. അവർക്ക് വലിയൊരു സൈന്യമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ജനങ്ങൾക്കിടയിൽ ഒരു പിന്തുണയും ഉണ്ടായിരുന്നില്ല. ഇനി പടിഞ്ഞാറോട്ട് നോക്കിയാൽ അലക്സാണ്ടർ പിൻവാങ്ങിയതിനു ശേഷം അവിടെ ഒരു നേതാവില്ലാതെ ചെറിയ രാജ്യങ്ങളായി ചിതറിക്കിടക്കുകയായിരുന്നു. ഈ ഒരു രാഷ്ട്രീയ ശൂന്യതയാണ് സത്യം പറഞ്ഞാൽ ചന്ദ്രഗുപ്തന് മുന്നിൽ ഒരു വലിയ അവസരം തുറന്നുകൊടുത്തത്. നന്ദസാമ്രാജ്യത്തിന്റെ ശക്തിയും അതേസമയം അവരുടെ ദൗർബല്യവും അവരുടെ അവസാനത്തെ ഭരണാധികാരിയായ ധനനന്ദനായിരുന്നു. ഒന്ന് ആലോചിച്ചു നോക്കൂ, അലക്സാണ്ടറെപ്പോലും ഭയപ്പെടുത്തിയ 2 ലക്ഷത്തിലധികം വരുന്നൊരു സൈന്യം അദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ടായിരുന്നു. പക്ഷെ പുറമേ കാണുന്ന ഈ ശക്തിയുടെ ഉള്ളിൽ അമിതമായ നികുതിയും ദുർഭരണവും കാരണം പൊറുതിമുട്ടിയ ഒരു ജനതയുണ്ടായിരുന്നു. ഈ ജനരോഷം ഒരു തീപ്പൊരിക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇങ്ങനെ തിളച്ചുമറിയുന്ന ഈയൊരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്കാണ് ഇന്ത്യൻ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ശക്തമായൊരു കൂട്ടുകെട്ട് കടന്നുവരുന്നത്. സാമ്രാജ്യസ്ഥാപകനായ ചന്ദ്രഗുപ്ത മൗര്യനും അദ്ദേഹത്തിന്റെ ഉപദേഷ്ടാവും ഈ വിപ്ലവത്തിനു പിന്നിലെ യഥാർത്ഥ സൂത്രധാരനുമായ ചാണക്യനും. ഈയൊരു കൂട്ടുകെട്ടാണ് ചരിത്രത്തിന്റെ ഗതി തന്നെ മാറ്റിയത്. അവരുടെ തന്ത്രം വളരെ ലളിതമായിരുന്നു, പക്ഷേ അത്ര തന്നെ ശക്തവുമായിരുന്നു. വെറുപ്പിനെ ഒരു ആയുധമാക്കുക. നന്ദന്മാരോടുള്ള ജനങ്ങളുടെ അമർഷത്തെ അവരൊരു വിപ്ലവമാക്കി മാറ്റി. രാജ്യത്തിന്റെ പല ഭാഗത്തുനിന്നും സൈനികരെയും സാധാരണക്കാരുടെ പിന്തുണയും അവർക്ക് ലഭിച്ചു. ശരി, അപ്പോൾ എങ്ങനെയാണ് ഈയൊരു ജനകീയ മുന്നേറ്റം ഇന്ത്യ ഒന്നടങ്കം ഒന്നിപ്പിക്കാനുള്ളൊരു വലിയ സൈനിക വിജയമായി മാറിയത്? അവരുടെ സൈനിക നീക്കങ്ങൾ വളരെ തന്ത്രപരമായിരുന്നു. സാമ്രാജ്യത്തിന്റെ ഹൃദയഭാഗമായ മഗധയെ നേരിട്ട് ആക്രമിക്കുന്നതിനു പകരം അവർ ആദ്യം ചെയ്തത് ദുർബലമായ അതിർത്തി പ്രദേശങ്ങൾ പിടിച്ചെടുക്കുക എന്നതായിരുന്നു. വടക്ക് പടിഞ്ഞാറിൽ നിന്ന് തുടങ്ങി പഞ്ചാബിൽ ശക്തിയുറപ്പിച്ചു. എന്നിട്ട് അവസാനം കിഴക്കോട്ട് നീങ്ങി നന്ദന്മാരുടെ തലസ്ഥാനം വളഞ്ഞു. ഇതൊരു ക്ലാസിക് സൈനിക തന്ത്രം തന്നെയായിരുന്നു. ഈ വിജയങ്ങളുടെ ഫലം എന്തായിരുന്നുവെന്നറിയാമോ? അഫ്ഗാനിസ്ഥാന്റെ അതിർത്തി മുതൽ തെക്ക് ഡെക്കാൻ വരെ വ്യാപിച്ചു കിടക്കുന്ന ഒരു ബൃഹത്തായ സാമ്രാജ്യം. ഇന്ത്യൻ ഉപഭൂഖണ്ഡം ചരിത്രത്തിലാദ്യമായി ഇത്രയും വലിയൊരു ഭരണത്തിന് കീഴിൽ ഒന്നിക്കുകയായിരുന്നു. ഈ വിജയം നേടാൻ ചന്ദ്രഗുപ്തൻ ഉപയോഗിച്ച സൈന്യത്തിന്റെ വലിപ്പം ഒന്ന് ആലോചിച്ചു നോക്കൂ. അത് അവിശ്വസനീയമായിരുന്നു. ഗ്രീക്ക് ചരിത്രകാരനായ ജസ്റ്റിൻ രേഖപ്പെടുത്തിയത് പ്രകാരം അദ്ദേഹത്തിന് കീഴിൽ 6 ലക്ഷം കാലാൾ പടയാളികളുണ്ടായിരുന്നു. അന്നത്തെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സൈന്യങ്ങളിലൊന്നായിരുന്നു അത്. ഇന്ത്യയെ ഒന്നിപ്പിച്ച ശേഷം ചന്ദ്രഗുപ്തന് ഒരു പുതിയ വെല്ലുവിളി നേരിടേണ്ടി വന്നു. അത് പടിഞ്ഞാറ് നിന്നായിരുന്നു. അലക്സാണ്ടറുടെ സാമ്രാജ്യത്തിന്റെ പിൻഗാമിയായി വന്ന സെലൂക്കസുമായിട്ടുള്ള ഒരു വലിയ ഏറ്റുമുട്ടൽ. സെലൂക്കസുമായുള്ള ഈ യുദ്ധം വെറുമൊരു അതിർത്തി തർക്കമായിരുന്നില്ല. അത് മൗര്യ സാമ്രാജ്യത്തിന്റെ ശക്തി ലോകത്തിന് മുന്നിൽ തെളിയിക്കാനുള്ള ഒരവസരം കൂടിയായിരുന്നു. ഈ വിജയത്തോടെ സാമ്രാജ്യം അതിന്റെ പടിഞ്ഞാറൻ അതിർത്തികൾ ഭദ്രമാക്കി. ആ യുദ്ധം അവസാനിച്ചത് ചന്ദ്രഗുപ്തന്റെ ഒരു സമ്പൂർണ്ണ വിജയത്തോടെയാണ്. ഉടമ്പടി പ്രകാരം ഇന്നത്തെ അഫ്ഗാനിസ്ഥാൻ ഉൾപ്പെടുന്ന ഒരു വലിയ പ്രദേശം മൗര്യ സാമ്രാജ്യത്തിന് ലഭിച്ചു. പക്ഷേ അതൊരു സൈനിക വിജയം മാത്രമായിരുന്നില്ല. വിവാഹബന്ധത്തിലൂടെയും മെഗസ്തനീസിനെപ്പോലുള്ള സ്ഥാനപതികളെ സ്വീകരിച്ചതിലൂടെയും മൗര്യ സാമ്രാജ്യം ഒരു അന്താരാഷ്ട്ര ശക്തിയായി അംഗീകരിക്കപ്പെട്ടു. ആ ഉടമ്പടിയുടെ ഭാഗമായി ചന്ദ്രഗുപ്തൻ സെലൂക്കസിന് 500 യുദ്ധയാനകളെയാണ് നൽകിയത്. ഇത് വെറുമൊരു സമ്മാനമായിരുന്നില്ല. അന്നത്തെ കാലത്ത് യുദ്ധത്തിലെ ടാങ്കുകളായിരുന്നു ആനകൾ. അപ്പോൾ ഇത്രയധികം ആനകളെ നൽകാൻ കഴിഞ്ഞു എന്നത് തന്നെ മൗര്യ സാമ്രാജ്യത്തിന്റെ സൈനിക ശക്തിയും സമ്പത്തും എത്ര വലുതായിരുന്നു എന്നതിന്റെ വ്യക്തമായ തെളിവാണ്. ഓക്കെ, സാമ്രാജ്യം സുരക്ഷിതമായി. ഇനി അതിന്റെ ഭരണത്തിനായി ചന്ദ്രഗുപ്തൻ സ്ഥാപിച്ച അടിത്തറകളെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. മൗര്യ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായ പാടലിപുത്രത്തിന്റെ പ്രൗഢിയെക്കുറിച്ച് ഗ്രീക്ക് സ്ഥാനപതിയായ മെഗസ്തനീസ് പറഞ്ഞ വാക്കുകൾ ഒന്ന് കേട്ടുനോക്കൂ. പാടലിപുത്രം ആഴത്തിലുള്ള കിഴങ്ങുകളാലും 570 ഗോപുരങ്ങളും 64 കവാടങ്ങളുമുള്ള ഒരു തടിമതിൽ കൊണ്ടും ചുറ്റപ്പെട്ടിരുന്നു. ഇത് ഒരു നഗരത്തെക്കുറിച്ചുള്ള വിവരണം മാത്രമല്ല, ഒരു സാമ്രാജ്യത്തിന്റെ ശക്തിയുടെയും സമ്പത്തിന്റെയും ഒരു പ്രതീകം കൂടിയാണ്.
മെഗസ്തനീസ് വിവരിക്കുന്ന പാടലിപുത്രത്തിലെ ഭരണസംവിധാനം അതിശയകരമാംവിധം ആധുനികമായിരുന്നു. നഗരഭരണം 6 പ്രത്യേക കമ്മിറ്റികളായി വിഭജിച്ചിരുന്നു. വ്യാപാരം, വ്യവസായം, വിദേശികളുടെ ക്ഷേമം, എന്തിന് ജനനമരണ കണക്കുകൾ വരെ രേഖപ്പെടുത്താൻ പ്രത്യേക സംവിധാനങ്ങളുണ്ടായിരുന്നു. ഇത് കാണിക്കുന്നത് എത്രത്തോളം ചിട്ടയായ ഒരു ഭരണകൂടമാണ് അവർ സ്ഥാപിച്ചതെന്നാണ്. ഈ വിലപ്പെട്ട വിവരങ്ങളെല്ലാം നമുക്ക് എവിടെ നിന്നാണ് ലഭിക്കുന്നത്? അത് മെഗസ്തനീസിന്റെ ഇൻഡിക്ക എന്ന പുസ്തകത്തിൽ നിന്നാണ്. നിർഭാഗ്യവശാൽ ഈ പുസ്തകത്തിന്റെ യഥാർത്ഥ രൂപം നഷ്ടപ്പെട്ടു. പിന്നീട് വന്ന എഴുത്തുകാരുടെ ഉദ്ധരണികളിലൂടെയാണ് നമുക്കിത് അറിയാൻ കഴിയുന്നത്. എങ്കിലും മൗര്യകാലഘട്ടത്തെക്കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രേഖകളിലൊന്നായിട്ടാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ എന്താണ് ചന്ദ്രഗുപ്ത മൗര്യൻ ചരിത്രത്തിൽ ബാക്കിവെച്ചത്? അദ്ദേഹത്തിന്റെ പാരമ്പര്യം ഇന്ത്യയുടെ ഗതിയെ തന്നെ മാറ്റിമറിച്ചു എന്ന് പറയാം. ചന്ദ്രഗുപ്തന്റെ ഏറ്റവും വലിയ സംഭാവന ഇതാണ്. ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യൻ ഉപഭൂഖണ്ഡം ഒരൊറ്റ ഭരണത്തിന് കീഴിൽ ഒന്നിച്ചു. വിഭജിച്ചു കിടന്ന ഒരു നാടിന് അദ്ദേഹം ഒരു രാഷ്ട്രീയ ഐക്യം നൽകി. എന്നാൽ ഒരു ചക്രവർത്തിയായി ജീവിതം അവസാനിപ്പിക്കുകയായിരുന്നില്ല അദ്ദേഹത്തിന്റെ വിധി. ജൈനവിശ്വാസമനുസരിച്ച് ജീവിതത്തിന്റെ അവസാന കാലത്ത് അദ്ദേഹം അധികാരം ഉപേക്ഷിച്ച് ഒരു സന്യാസിയായി മാറി. ഉപവാസമനുഷ്ഠിച്ച് സ്വയം ജീവിതം വെടിഞ്ഞ ഒരു ചക്രവർത്തി. അധികാരത്തിന്റെയും ത്യാഗത്തിന്റെയും അവിശ്വസനീയമായ ഒരു കഥയാണിത്. അതുകൊണ്ട് നമ്മൾ ചോദിക്കേണ്ട ചോദ്യം ഇതാണ്: എങ്ങനെയാണ് ശരിയായ സമയത്ത് ശരിയായ ഉപദേശത്തോടെ വരുന്നൊരു വ്യക്തിക്ക് ഒരു ഉപഭൂഖണ്ഡത്തിന്റെ തന്നെ ചരിത്രം മാറ്റിയെഴുതാൻ കഴിയുന്നത്? അതാണ് ചന്ദ്രഗുപ്ത മൗര്യന്റെ പാരമ്പര്യം. നമസ്കാരം. ഇന്ത്യയുടെ ആദ്യത്തെ മഹാസാമ്രാജ്യത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്, മൗര്യന്മാരെക്കുറിച്ച്. അഫ്ഗാനിസ്ഥാൻ മുതൽ ബംഗാൾ വരെ, ഹിമാലയം മുതൽ അങ്ങ് കർണാടക വരെ പരന്നുകിടന്ന ഒരു വലിയ ഭൂപ്രദേശത്തെ എങ്ങനെയാണ് അവർ ഒറ്റ ഭരണത്തിന് കീഴിൽ കൊണ്ടുവന്നത്? ആ ഒരു ഭരണയന്ത്രത്തിന്റെ ഘടനയിലേക്കാണ് നമുക്കിന്ന് ആഴത്തിലിറങ്ങിച്ചെല്ലാൻ പോകുന്നത്. ഈ ഭൂപടത്തിലേക്കൊന്ന് നോക്കൂ. ഇത്രയും വൈവിധ്യമാർന്ന, ഇത്രയും വിശാലമായൊരു സാമ്രാജ്യം ഭരിക്കുക എന്നത് ശരിക്കും പറഞ്ഞാൽ അക്കാലത്ത് ചിന്തിക്കാൻ പോലും പ്രയാസമുള്ള കാര്യമായിരുന്നു. അപ്പൊ എന്തായിരിക്കും അവരുടെ ആ വിജയരഹസ്യം? എങ്ങനെയാണ് അവർ ഈ വലിയ വെല്ലുവിളിയെ മറികടന്നത്? ഉത്തരം വളരെ സിമ്പിളാണ്. അതിവിദഗ്ധമായി രൂപകൽപ്പന ചെയ്ത് വളരെ കേന്ദ്രീകൃതമായ ഒരു ഭരണ സംവിധാനം. നമുക്കതിനെ ഒരു ഇംപീരിയൽ മെഷീൻ എന്ന് തന്നെ വിളിക്കാം. ഓരോരോ ഭാഗങ്ങളും എണ്ണയിട്ട പോലെ കൃത്യതയോടെ പ്രവർത്തിക്കുന്ന ഒരു ഭീമാകാരൻ യന്ത്രം. ഈ ഒരു വിശകലനത്തിൽ നമ്മൾ ഈ യന്ത്രത്തെ ഓരോ ഭാഗങ്ങളായി മനസ്സിലാക്കാൻ പോവുകയാണ്. അപ്പോ നമ്മുടെ ഈ യാത്ര എങ്ങനെയാണെന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ ഇതിന്റെ കമാൻഡ് സെന്റർ, അതായത് രാജാവിനെയും മന്ത്രിസഭയെയും കുറിച്ച് മനസ്സിലാക്കും. പിന്നെ അതിന്റെ ഫ്രെയിംവർക്കായ പ്രവിശ്യാഭരണം, അതിന് കരുത്തേകുന്ന സൈന്യം, പിന്നെ ഈ യന്ത്രം ഓടാനുള്ള ഇന്ധനമായ സമ്പദ്വ്യവസ്ഥ. ഒടുവിൽ ഈ യന്ത്രം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നഗരഭരണത്തിലൂടെ കാണും. അവസാനം ഈ സാമ്രാജ്യത്തിന്റെ ആകെ ബ്ലൂ പ്രിന്റില് നമ്മൾ എത്തിച്ചേരും. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? ഈ ഭീമൻ യന്ത്രത്തിന്റെ തലച്ചോറ്, അതായത് കമാൻഡ് സെന്ററിൽ നിന്ന് തന്നെ. മൗര്യഭരണത്തിന്റെ കാതൽ പെറ്റേണൽ ഡിസ്പോട്ടിസം എന്നൊരാശയമാണ്. സംഭവം ഇത്രയുള്ളൂ: എല്ലാ അധികാരങ്ങളുടെയും ഉറവിടം രാജാവാണ്. എന്നാൽ അദ്ദേഹം പ്രജകളെ സ്വന്തം മക്കളെപ്പോലെ കണ്ട് അവരുടെ ക്ഷേമത്തിനു വേണ്ടി ഭരിക്കണം. അതായത് അധികാരം മുഴുവനായും രാജാവിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു, പക്ഷേ അതിന്റെ പ്രഖ്യാപിത ലക്ഷ്യം ജനങ്ങളുടെ ക്ഷേമമാണ്. തീർച്ചയായും രാജാവിന് ഒറ്റയ്ക്ക് ഇത്രയും വലിയ സാമ്രാജ്യം ഭരിക്കാൻ കഴിയില്ലല്ലോ. അദ്ദേഹത്തെ സഹായിക്കാൻ ശക്തമായ ഒരു ടീം തന്നെ ഉണ്ടായിരുന്നു. ദൈനംദിന കാര്യങ്ങൾക്ക് ഉപദേശം നൽകാൻ അമാത്യന്മാർ അടങ്ങുന്ന മന്ത്രിപരിഷത്ത്, അതീവ രഹസ്യമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വിശ്വസ്തരായ കുറച്ചു മന്ത്രിമാർ മാത്രമുള്ള ഒരു മന്ത്രപരിഷത്ത്. പക്ഷേ ഇതിനെല്ലാത്തിനും മുകളിൽ രാജാവിന്റെ കണ്ണും കാതുമായി പ്രവർത്തിച്ചത് അതിവിപുലമായ ഒരു ചാരവലയമായിരുന്നു. ഒരിടത്ത് തന്നെ തങ്ങുന്ന സംസ്ഥചാരന്മാരും നാടുചുറ്റി നടക്കുന്ന സഞ്ചാരചാരന്മാരും. സാമ്രാജ്യത്തിന്റെ എല്ലാ കോണിൽ നിന്നുമുള്ള വിവരങ്ങൾ അവർ നേരിട്ട് രാജാവിന്റെ അടുത്തെത്തിച്ചു. ശരി, അപ്പോൾ ഈ കേന്ദ്രത്തിലെ അധികാര കേന്ദ്രം എങ്ങനെയാണ് സാമ്രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും തങ്ങളുടെ സ്വാധീനം ഉറപ്പിച്ചത്? നമുക്ക് ഭരണത്തിന്റെ ഫ്രെയിംവർക്കായ പ്രവിശ്യകളിലേക്ക് കടന്നു ചെല്ലാം. ഈ ഭരണ സംവിധാനത്തെ നമുക്ക് എളുപ്പത്തിലൊരു പിരമിഡ് പോലെ സങ്കല്പിക്കാം. ഏറ്റവും മുകളിൽ ചോദ്യം ചെയ്യപ്പെടാത്ത അധികാരത്തോടെ രാജാവ്. അതിന് തൊട്ടു താഴെ രാജകുടുംബത്തിലെ കുമാരന്മാർ ഭരിക്കുന്ന വലിയ പ്രവിശ്യകൾ. ഓരോ പ്രവിശ്യയായും രാജാക്കന്മാർ നിയന്ത്രിക്കുന്ന ജില്ലകളായി തിരിച്ചിരിക്കുന്നു. അതിനു കീഴിൽ സ്ഥാനികന്മാർ നോക്കുന്ന ഗ്രാമങ്ങളുടെ കൂട്ടം. ഏറ്റവും താഴത്തെ തട്ടിൽ അടിസ്ഥാന ഘടകമായി ഗ്രാമീണ തലവനായുള്ള ഓരോ ഗ്രാമവും. കൃത്യമായൊരു അധികാരശ്രേണിയല്ലേ? ഇതൊന്നു നോക്കിയേ. സാമ്രാജ്യത്തിന്റെ 4 തന്ത്രപ്രധാനമായ ദിശകളിലും ഓരോ പ്രധാന പ്രവിശ്യകൾ കാണാം. വടക്ക് തക്ഷശില, പടിഞ്ഞാറ് ഉജ്ജയിൻ, തെക്ക് സ്വർണഖനികളുള്ള സുവർണഗിരി, കിഴക്ക് തോസാലി. ഇവ വെറും തലസ്ഥാനങ്ങളായിരുന്നില്ല,
ഓരോന്നും സാമ്രാജ്യത്തിന്റെ നിയന്ത്രണം ഉറപ്പിക്കാനുള്ള സ്ട്രാറ്റജിക് കേന്ദ്രങ്ങളായിരുന്നു. ഏതൊരു യന്ത്രത്തിനും അതിന്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ ഒരു കരുത്ത് വേണമല്ലോ. മൗര്യൻ മെഷീന്റെ ആ ഉരുക്ക് കരുത്തായിരുന്നു അവരുടെ സൈന്യം. അതിന്റെ വലുപ്പം കേട്ടാൽ നമ്മൾ ശരിക്കും ഞെട്ടിപ്പോവും. 6 ലക്ഷം കാലാൾപ്പട. പിന്നെയോ 30,000 വരുന്ന കുതിരപ്പടയാളിയ. കൂടെ എതിരാളികളുടെയെല്ലാം പേടി സ്വപ്നമായിരുന്ന 9,000 യുദ്ധ ആനകൾ. ഇത് വെറുമൊരു സൈന്യമായിരുന്നില്ല, ഒരു ഉപഭൂഖണ്ഡത്തെ മുഴുവൻ വിറപ്പിക്കാൻ ശേഷിയുള്ള ഒരു വൻ ശക്തിയായിരുന്നു. ഇത്രയും വലിയൊരു സൈന്യത്തെ തോന്നിയ പോലെ നയിക്കാൻ പറ്റില്ലല്ലോ. മെഗസ്തനീസിന്റെ വിവരണമനുസരിച്ച് ഇതിനെ നിയന്ത്രിക്കാൻ 30 അംഗങ്ങളുള്ളൊരു വോർ ഓഫീസ് തന്നെ ഉണ്ടായിരുന്നു. 5 പേരടങ്ങുന്ന 6 കമ്മിറ്റികളായിട്ടാണിത് പ്രവർത്തിച്ചിരുന്നത്. ഓരോ കമ്മിറ്റിക്കും ഓരോ ചുമതല: കാലാൾപ്പട, കുതിരപ്പട, ആനകൾ, രഥങ്ങൾ, നാവികസേന, പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഗതാഗതവും വിതരണവും. കാരണം ഒരു സൈന്യം അതിന്റെ വയറ്റിലാണ് നീങ്ങുന്നതെന്ന് പറയാറുണ്ടല്ലോ. അപ്പോ അടുത്തൊരു പ്രധാനപ്പെട്ട ചോദ്യം: ഈ ഭീമാകാരൻ യന്ത്രം നിർത്താതെ പ്രവർത്തിപ്പിക്കാനുള്ള ഇന്ധനം, അതായത് പണം, എവിടെ നിന്ന് വന്നു? അതാണ് മൗര്യൻ സമ്പദ്വ്യവസ്ഥ. ഇതായിരുന്നു അവരുടെ പ്രധാന വരുമാന സ്രോതസ്സുകൾ. ഏറ്റവും വലിയ പങ്ക് വന്നത് ഭാഗ എന്നറിയപ്പെട്ടിരുന്ന ഭൂനികുതിയിൽ നിന്നാണ്. കൂടാതെ ബലി എന്നൊരു പ്രത്യേക നികുതി, വ്യാപാരത്തിൽ നിന്നുള്ള ശുൽക്ക്, ഖനികൾ പോലുള്ള സർക്കാർ കുത്തകകൾ, ജലസേചന സൗകര്യങ്ങൾക്ക് ഉദക ഭാഗ എന്ന നികുതി, അങ്ങനെ ഖജനാവിലേക്ക് പണം ഒഴുകിയെത്താൻ ഒരുപാട് മാർഗങ്ങൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവര് ഇതൊന്ന് ശ്രദ്ധിക്കണം. ഭാഗ, ബലി എന്നീ വാക്കുകൾ തമ്മിലുള്ള വ്യത്യാസം വളരെ പ്രധാനമാണ്. ഭാഗ എന്നു പറഞ്ഞാൽ വിളവിന്റെ ഒരു നിശ്ചിത ശതമാനമാണ്, സാധാരണയായി 1/6. എന്നാൽ ബലി എന്നത് ഒരു അധിക നികുതിയാണ്. ഈ 2 ടേമുകളും ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ഈ സാമ്പത്തിക യന്ത്രം ചലിപ്പിക്കാൻ അതിവിദഗ്ധരായ ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. നികുതി പിരിവിന്റെല്ലാം തലവനായി സമാഹർത്ത, ഖജനാവിന്റെയും സ്റ്റോർ ഹൌസിന്റെയും താക്കോല് സൂക്ഷിപ്പുകാരനായി സന്നിധാത, സർക്കാർ ഉടമസ്ഥതയിലുള്ള കൃഷിഭൂമികളുടെ മേൽനോട്ടക്കാരനായി സീതാധ്യക്ഷ, കച്ചവടവും വിലയുമൊക്കെ നിയന്ത്രിച്ചിരുന്നത് പണ്യാധ്യക്ഷൻ. കണ്ടില്ലേ, ഓരോ മേഖലയ്ക്കും ഓരോ സ്പെഷ്യലിസ്റ്റ്. ഇതുവരെ നമ്മൾ ഈ മെഷീന്റെ ഓരോ ഭാഗങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചത്. ഇനി ഇത് എങ്ങനെയാണ് ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് എന്ന് നോക്കിയാലോ? അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് അവരുടെ തലസ്ഥാനമായിരുന്ന പാടലീപുത്രത്തിലെ നഗരഭരണം. ഇത് ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. ഒരു നഗരഭരണത്തിന് ഇത്രയും സൂക്ഷ്മമായ തലങ്ങൾ. മെഗസ്തനീസിന്റെ വിവരണമനുസരിച്ച് 6 കമ്മിറ്റികളാണ് അവിടുത്തെ ഭരണം നടത്തിയിരുന്നത്. വ്യവസായങ്ങളും കരകൗശലവിദ്യയും നോക്കാൻ 1, വിദേശികളെ നിരീക്ഷിക്കാൻ മറ്റൊന്ന്. അതെ, അക്കാലത്തും വിദേശകാര്യങ്ങൾക്ക് പ്രത്യേക ശ്രദ്ധയുണ്ടായിരുന്നു. ജനനവും മരണവും കൃത്യമായി രേഖപ്പെടുത്താൻ ഒരു കമ്മിറ്റി, കച്ചവടവും അളവുതൂക്കവും നിയന്ത്രിക്കാൻ വേറൊന്ന്, നിർമ്മിച്ച സാധനങ്ങളുടെ ഗുണമേന്മ ഉറപ്പാക്കാനും വിൽക്കുന്ന സാധനങ്ങൾക്ക് 10-1 നികുതി പിരിക്കാനും ഓരോ കമ്മിറ്റികൾ. ഏകദേശം ഇന്നത്തെ ഒരു കോർപ്പറേഷൻ പോലെ തന്നെ. അപ്പോ ഈ മഹത്തായ ഭരണയന്ത്രത്തിന്റെ പിന്നിലെ ആശയം എന്തായിരുന്നു? അതിന്റെ ഒരു ബ്ലൂ പ്രിന്റ് എവിടെ നിന്നാണ് വന്നത്? ആ ബ്ലൂ പ്രിന്റായിരുന്നു കൗടില്യന്റെ അർത്ഥശാസ്ത്രം. അതൊരു വെറും തിയറി പുസ്തകമല്ല, ഒരു സാമ്രാജ്യം എങ്ങനെ കെട്ടിപ്പടുക്കണം, എങ്ങനെ ഭരിക്കണം എന്നതിനുള്ള ഒരു പ്രാക്ടിക്കൽ ഹാൻഡ്ബുക്കായിരുന്നു. ഈ ഉദ്ധരണിയൊന്ന് ശ്രദ്ധിക്കൂ: രാജാവിനെ കാണാൻ വരുന്നവരെ കാത്തുനിർത്തരുത്. കാരണം രാജാവ് ജനങ്ങളിൽ നിന്ന് അകന്നാൽ അത് ഭരണത്തിൽ കുഴപ്പങ്ങളുണ്ടാക്കും, ജനങ്ങളിൽ അതൃപ്തിയുണ്ടാക്കും. എത്ര ശക്തമായ സന്ദേശമാണെന്ന് നോക്കൂ. ചുരുക്കി പറഞ്ഞാൽ മൗര്യൻ ഭരണ സംവിധാനം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന് അതുവരെയില്ലാത്ത ഒരു രാഷ്ട്രീയ ഏകീകരണവും ഭരണസ്ഥിരതയും നൽകി. ചിതറിക്കിടന്ന നാട്ടുരാജ്യങ്ങളെ ഒരുമിപ്പിച്ച് ഒരൊറ്റ ഭരണത്തിൻ കീഴിൽ കൊണ്ടുവന്ന ഒരു ചട്ടക്കൂടായിരുന്നു അത്. ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. മൗര്യന്മാരുടെ ഏറ്റവും വലിയ സംഭാവന യുദ്ധങ്ങൾ ജയിച്ചതാണോ, അതോ തലമുറകൾക്ക് മാതൃകയായ ഒരു സാമ്രാജ്യത്തിന്റെ ഈ ഭരണപരമായ ബ്ലൂ പ്രിന്റ് സൃഷ്ടിച്ചതാണോ? വിജയങ്ങളോ അതോ വ്യവസ്ഥയോ? ഇതിൽ ഏതാണ് ചരിത്രത്തിൽ കൂടുതൽ കാലം നിലനിൽക്കുന്നത്? നമസ്കാരം. അശോക ചക്രവർത്തി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ എല്ലാം മനസ്സിലേക്ക് ഓടിവരുന്നത് കലിംഗ യുദ്ധത്തിനു ശേഷം എല്ലാം ഉപേക്ഷിച്ച് ധർമ്മത്തിന്റെ വഴിയിലേക്ക് തിരിഞ്ഞ ഒരു മഹാരാജാവിന്റെ ചിത്രമാണ്. പക്ഷേ ആ ഒരു ഐതിഹാസിക മാറ്റത്തിനു മുൻപുള്ള അശോകൻ ആരായിരുന്നു? അദ്ദേഹത്തിന്റെ ആ രാഷ്ട്രീയ ജീവിതത്തിലേക്കാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അതെ, മഹാനായ അശോകൻ എന്ന ആ പേര് ലഭിക്കുന്നതിന് മുൻപത്തെ അദ്ദേഹത്തിന്റെ ജീവിതം എങ്ങനെയായിരുന്നു? ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം തേടിയാണ് നമ്മൾ ഈ സ്രോതസ്സുകളിലൂടെയൊന്ന് സഞ്ചരിക്കുന്നത്. ശരി, അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാമല്ലേ?
അപ്പോ അശോകന്റെ അധികാരത്തിലേക്കുള്ള ആ ഒരു വരവ് അത്ര സുഖകരമായിരുന്നില്ല. അദ്ദേഹത്തിന്റെ അച്ഛനായ ബിന്ദുസാരൻ മരിച്ചതിനുശേഷം മൗര്യസിംഹാസനത്തിനു വേണ്ടി ഒരു വലിയ മത്സരം തന്നെ നടന്നു. നോക്കൂ, ബിന്ദുസാരൻ മരിക്കുന്നത് BC 273-ലാണ്. പക്ഷേ അശോകൻ ഔദ്യോഗികമായി സ്ഥാനമേൽക്കുന്നത് 4 വർഷം കഴിഞ്ഞ് BC 269-ൽ. ഈ 4 വർഷത്തെ ഇടവേള അത് വെറുതെ ആയിരുന്നില്ല. അത് സൂചിപ്പിക്കുന്നത് സിംഹാസനത്തിനു വേണ്ടി നടന്ന ഒരു രൂക്ഷമായ അധികാര വടംവലിയാണ്. ബുദ്ധമത ഗ്രന്ഥങ്ങളിലൊക്കെ പറയുന്ന ഒരു കഥയുണ്ട്. അതനുസരിച്ച് അധികാരമുറപ്പിക്കാൻ വേണ്ടി അശോകൻ തന്റെ സഹോദരന്മാരെ കൊന്നുവെന്നാണ്. എത്ര പേരെന്നറിയാമോ? 99 പേരെ. പക്ഷെ ഒരു നിമിഷം, ചരിത്രകാരന്മാർ ഇതിനെ അപ്പാടെ വിശ്വസിക്കുന്നില്ല. പ്രമുഖ ചരിത്രകാരനായ RS ശർമ്മ പറയുന്നത് പോലെ ഇതൊരു ഐതിഹ്യം മാത്രമായിരിക്കാം, അതുകൊണ്ട് അതിനെ അത്ര കാര്യമായി എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, ഐതിഹ്യങ്ങളെയും ചരിത്രപരമായ വസ്തുതകളെയും വേർതിരിച്ചു കാണണമെന്നതാണ്. ഈ അധികാരത്തർക്കങ്ങളുടെ കഥകളൊക്കെ ഒരു വശത്ത് നിൽക്കുമ്പോഴും അശോകൻ വളരെ കഴിവുള്ളൊരു ഭരണാധികാരിയായിരുന്നു എന്നതിന് നല്ല തെളിവുകളുണ്ട്. ചക്രവർത്തിയാവുന്നതിനു മുൻപ് തന്നെ അദ്ദേഹം തക്ഷശില, ഉജ്ജയിനി പോലുള്ള തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിൽ വൈസ്രോയായി ഭരിച്ചിട്ടുണ്ട്. ഇനി അശോകന്റെ കൈയിലേക്ക് വന്ന ആ സാമ്രാജ്യത്തിന്റെ വലിപ്പത്തെക്കുറിച്ചു നോക്കാം. അതൊരു ചെറിയ രാജ്യമായിരുന്നില്ല, മറിച്ച് ഒരു ഉപഭൂഖണ്ഡത്തോളം പരന്നു കിടക്കുന്ന ഒരു സൂപ്പർ പവർ തന്നെയായിരുന്നു അത്. ഈ ഭൂപടത്തിലേക്കൊന്ന് നോക്കിയേ. അശോകൻ അധികാരത്തിൽ വരുമ്പോൾ മൗര്യ സാമ്രാജ്യം ഇതിനകം തന്നെ ഇത്രയും വലുതും ശക്തവുമായിരുന്നു. ഒന്നോർത്തു നോക്കൂ, പടിഞ്ഞാറ് ഹിന്ദുകുഷ് പർവ്വതനിരകൾ മുതൽ കിഴക്ക് ബംഗാൾ വരെ, ഇന്നത്തെ അഫ്ഗാനിസ്ഥാനും ബലൂചിസ്ഥാനും മുതൽ വടക്ക് കശ്മീരും നേപ്പാൾ താഴ്വരകളും വരെ അതിന്റെ ഭാഗമായിരുന്നു. തെക്കേ അറ്റത്തുള്ള കുറച്ച് രാജ്യങ്ങളൊഴികെ ഇന്ത്യൻ ഉപഭൂഖണ്ഡം മുഴുവൻ അവരുടെ കയ്യിലായിരുന്നു. ഇത്രയും വലിയൊരു സാമ്രാജ്യത്തിന് ചില പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളുണ്ടായിരുന്നു. തലസ്ഥാനമായ പാടലിപുത്രം, വടക്കുപടിഞ്ഞാറൻ ഭാഗത്തേക്കുള്ള പ്രവേശന കവാടമായ തക്ഷശില, പിന്നെ വ്യാപാരപാതകളുടെയെല്ലാം കേന്ദ്രമായ ഉജ്ജയിനി. ഇതൊക്കെയായിരുന്നു സാമ്രാജ്യത്തിന്റെ നെടുന്തൂണുകൾ. അപ്പോ അശോകൻ ഭരണത്തിന്റെ തുടക്കത്തില് ഒരു വിപ്ലവകാരിയൊന്നുമായിരുന്നില്ല. അദ്ദേഹം തന്റെ മുൻഗാമികളുണ്ടാക്കിയെടുത്ത അതേ ഭരണരീതികൾ പിന്തുടർന്ന് ഒരു പരമ്പരാഗത ചക്രവർത്തിയായിരുന്നു. അതായത് ആ പഴയ സിസ്റ്റം അതുപോലെ തുടർന്നു. കേന്ദ്രീകൃതമായ ഒരു ഉദ്യോഗസ്ഥ ഭരണം, പ്രവിശ്യകൾ ഭരിക്കാൻ വൈസ്രോയ്മാർ, അമാത്യന്മാർ എന്നറിയപ്പെടുന്ന മികച്ചൊരു സിവിൽ സർവീസ്, നീതി നടപ്പാക്കാൻ രജുക്കന്മാർ എന്ന ഉദ്യോഗസ്ഥർ. എന്തിനധികം, ചന്ദ്രഗുപ്ത മൗര്യന്റെ കാലത്തുണ്ടായിരുന്ന ആ വലിയ സൈന്യത്തെ പോലും അദ്ദേഹം അതേപടി നിലനിർത്തി. ഒരു ഭരണാധികാരി എന്ന നിലയിൽ അദ്ദേഹം സ്വയം എങ്ങനെയാണ് കണ്ടിരുന്നത് എന്ന് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന്റെ സ്ഥാനപ്പേരുകൾ നമ്മളെ സഹായിക്കും. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനപ്പേരായിരുന്നു ദേവാനാം പിയ. എന്താ അതിന്റെ അർത്ഥം? ദൈവങ്ങൾക്ക് പ്രിയപ്പെട്ടവൻ. അതായത് തന്റെ ഭരണത്തിന് ഒരു ദൈവികമായ അംഗീകാരമുണ്ട് എന്ന് സ്ഥാപിക്കുകയായിരുന്നു അദ്ദേഹം. മറ്റൊന്നായിരുന്നു പിയദസ്സി. ഇതിന്റെ അർത്ഥം കാണാൻ ഭംഗിയുള്ളവൻ എന്നാണ്. ഇതൊരു തരത്തിൽ താൻ ജനങ്ങൾക്ക് പ്രിയങ്കരനായ, സൗമ്യനായ ഒരു ഭരണാധികാരി ആണെന്ന് അറിയിക്കാനുള്ള ഒരു ശ്രമം കൂടിയായിരുന്നു. അപ്പോ ഇത്രയും വലിയ സാമ്രാജ്യം, മികച്ച ഭരണം, നല്ല പേര് എല്ലാം ഒത്തുവന്നിരുന്നു. പക്ഷേ ഒരു പ്രശ്നം മാത്രം ബാക്കിയുണ്ടായിരുന്നു. അശോകൻ നേരിട്ട ഏറ്റവും വലിയ രാഷ്ട്രീയ വെല്ലുവിളി. അതാണ് കലിംഗം. ഇത്രയും വിശാലമായ മൗര്യ സാമ്രാജ്യത്തിനിടയിലും അവരുടെ പൂർണ്ണ നിയന്ത്രണത്തിൽ വരാതെ ഒരു പ്രദേശം കിഴക്കൻ തീരത്ത് നിലനിന്നിരുന്നു. അതാണ് കലിംഗം, സാമ്രാജ്യത്തിന്റെ ഭൂപടത്തിലെ ഒരു വിടവുപോലെ. കലിംഗം വെറുമൊരു സാധാരണ രാജ്യമായിരുന്നില്ല. നല്ല സമ്പത്തും ശക്തിയുമുള്ള, സ്വതന്ത്രമായി നിൽക്കുന്ന ഒരു രാജ്യമായിരുന്നു അത്. മൗര്യന്മാരുടെ നിയന്ത്രണത്തിന് പുറത്തുള്ള അതിന്റെ ആ സ്ഥാനം അശോകനെ പോലൊരു ചക്രവർത്തിക്ക് അതൊരു ലക്ഷ്യമാക്കി മാറ്റി. അപ്പോ ഇവിടെയാണ് നമ്മുടെ പ്രധാന ചോദ്യം വരുന്നത്. ഇത്രയും വലിയൊരു സാമ്രാജ്യം കയ്യിലുള്ള അശോകന് എന്തിനായിരുന്നു ഈ ഒരൊറ്റ സ്വതന്ത്ര പ്രദേശം ഇത്ര നിർണായകമായത്? എന്തുകൊണ്ടായിരുന്നു കലിംഗം അദ്ദേഹത്തിന്റെ ലക്ഷ്യങ്ങളിൽ ഇത്രയധികം പ്രാധാന്യം നേടിയത്? ആ ഒരു ചോദ്യം നിങ്ങൾക്ക് വിട്ടുതന്നുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഈ വിവരണം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമസ്കാരം. ഇന്ത്യൻ ചരിത്രത്തിലെ തന്നെ ഏറ്റവും നിർണായകമായ ഒരു യുദ്ധത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. കലിംഗ യുദ്ധം. ശരിക്കും പറഞ്ഞാൽ ഇതൊരു സാധാരണ യുദ്ധമായിരുന്നില്ല. ഒരൊറ്റ യുദ്ധം. അതെങ്ങനെയാണ് ഒരു വലിയ സാമ്രാജ്യത്തിന്റെ ചിന്താഗതിയെയും ഒരു ചക്രവർത്തിയുടെ ജീവിതത്തെയും തലകീഴായി മറിച്ചത്? നമുക്ക് നോക്കാം. ഒന്ന് ആലോചിച്ചു നോക്കൂ. ലോകം വെട്ടിപ്പിടിക്കാൻ ഇറങ്ങിത്തിരിച്ച അതിശക്തനായൊരു ചക്രവർത്തി പെട്ടെന്നൊരു ദിവസം യുദ്ധം തന്നെ വേണ്ടെന്ന് വെക്കുന്നു. എന്തായിരിക്കും അദ്ദേഹത്തെക്കൊണ്ട് അങ്ങനെയൊരു തീരുമാനം എടുപ്പിച്ചത്?
ഈയൊരു ചോദ്യത്തിലാണ് അശോകൻ എന്ന ചക്രവർത്തിയുടെ മുഴുവൻ മാറ്റത്തിന്റെയും രഹസ്യം ഒളിഞ്ഞിരിക്കുന്നത്. നമുക്കതിലേക്കാണ് പോകുന്നത്. അപ്പോ കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് നമുക്ക് അന്നത്തെ ഒരു സാഹചര്യം നോക്കാം. ഈ മാപ്പ് ഒന്ന് നോക്കിക്കേ. ഇതാണ് BCE 261 മുൻപുള്ള മൗര്യ സാമ്രാജ്യം. കണ്ടില്ലേ, അശോകന്റെ കീഴില് ഇന്ത്യയുടെ ഏകദേശം മുഴുവൻ ഭാഗവും അവരുടെ കയ്യിലാണ്. പക്ഷേ ദേ ഈ കിഴക്കൻ തീരത്ത് ഒരു ചെറിയ ഭാഗം കണ്ടോ ഒറ്റപ്പെട്ട് നിൽക്കുന്നത്? അതാണ് കലിംഗ, ഒരു സ്വതന്ത്ര രാജ്യം. തന്ത്രപരമായി വളരെ പ്രധാനപ്പെട്ട ഒരിടം. ആരും അറിഞ്ഞില്ല അവിടെയാണ് ചരിത്രം മാറാൻ പോകുന്ന ഒരു കൊടുങ്കാറ്റ് രൂപപ്പെട്ടുകൊണ്ടിരുന്നത് എന്ന്. അപ്പോ എല്ലാവർക്കും ഒരു സംശയം തോന്നാം. ഇത്രയും വലിയ സാമ്രാജ്യത്തിന് എന്തിനാണ് ഈ ചെറിയ കലിംഗ? എന്തിനായിരുന്നു ഈ ആക്രമണം? അതിനു പിന്നിൽ വ്യക്തമായ ചില കാരണങ്ങളുണ്ടായിരുന്നു. അതിനുള്ള കാരണങ്ങൾ പലതായിരുന്നു. ഒന്ന്, മൗര്യസാമ്രാജ്യം പൂർണ്ണമാക്കണമെങ്കിൽ കലിംഗയെ കൂടി ചേർക്കണമായിരുന്നു. 2, കച്ചവടം. കിഴക്കൻ തീരത്തെ പ്രധാനപ്പെട്ട വ്യാപാര വഴികളെല്ലാം കലിംഗയുടെ കയ്യിലായിരുന്നു. ബംഗാൾ ഉൾക്കടലിലൂടെയുള്ള കപ്പൽ വ്യാപാരം നിയന്ത്രിക്കാനായാൽ പിന്നെ സാമ്പത്തികമായി വലിയ നേട്ടമാണ്. അതുമാത്രമല്ല, തൊട്ടടുത്ത് മറ്റൊരു ശക്തി വളരുന്നത് ആർക്കാ ഇഷ്ടപ്പെടുക? അപ്പോ കലിംഗയെ ഒരു പാഠം പഠിപ്പിക്കുക എന്നൊരു ലക്ഷ്യം കൂടി അതിനു പിന്നിലുണ്ടായിരുന്നു. പക്ഷേ കലിംഗയിൽ സംഭവിച്ചത് ഒരു സാധാരണ യുദ്ധമായിരുന്നില്ല. അതൊരു അഗ്നിപരീക്ഷ തന്നെയായിരുന്നു. മൗര്യന്മാര് ജയിച്ചു, ശരിയാണ്. പക്ഷെ ആ വിജയത്തിന് അവർ കൊടുത്ത വില അത് സങ്കൽപ്പിക്കുന്നതിനും അപ്പുറമായിരുന്നു. ഈ ടൈം ലൈൻ നോക്കിയാൽ നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമാകും. BCE 269 അശോകൻ ചക്രവർത്തിയാകുന്നത്. അതിനുശേഷം 8 വർഷം കഴിഞ്ഞിട്ടാണ്, അതായത് BCE 261 അദ്ദേഹം കലിംഗ ആക്രമിക്കുന്നത്. അപ്പോൾ ഇത് തുടക്കക്കാരനായ ഒരു രാജാവിന്റെ എടുത്തുചാട്ടമൊന്നും ആയിരുന്നില്ല. പക്ഷേ ഈ യുദ്ധം കഴിഞ്ഞതോടെയാണ് എല്ലാം മാറിയത്. അദ്ദേഹത്തിന്റെ ചിന്താരീതിയിൽ തന്നെ വലിയൊരു മാറ്റം വരാൻ തുടങ്ങി. ഇനി ആ യുദ്ധം എത്ര ഭീകരമായിരുന്നു എന്ന് ഞാൻ പറയുന്നതിനേക്കാൾ നല്ലത് ഈ കണക്കുകൾ തന്നെ പറയും. ഇത് വേറാരും പറയുന്നതല്ല, അശോകന്റെ തന്നെ ശിലാശാസനങ്ങളിൽ രേഖപ്പെടുത്തിയതാണ്. യുദ്ധത്തിൽ നേരിട്ട് കൊല്ലപ്പെട്ടവരുടെ എണ്ണം 1,00,000. കഥ അവിടെയും തീർന്നില്ല. 1.5 ലക്ഷം പേരെയാണ് തടവുകാരായി പിടികൂടി നാടുകടത്തിയത്. ഒന്നോർത്തു നോക്കൂ, അവരുടെ വീട്, ജീവിതം എല്ലാം നഷ്ടപ്പെട്ട് അവരെ ആട്ടിപ്പയച്ചു. ഒരു ജനതയെ തന്നെയാണ് ഇല്ലാതാക്കിയത്. എന്നാൽ ശരിക്കുള്ള ദുരന്തം ഈ കണക്കുകളിലൊന്നും ഒതുങ്ങുന്നതായിരുന്നില്ല. ആ ശിലാശാസനത്തിൽ ഒരു വരിയുണ്ട്: ഇതിന്റെ പല മടങ്ങ് ആളുകൾ നശിച്ചു. എന്താ അതിന്റെ അർത്ഥം? യുദ്ധം കഴിഞ്ഞു പട്ടിണി കൊണ്ടും രോഗം കൊണ്ടും മുറിവുകൾ കൊണ്ടുമൊക്കെ മരിച്ചവരുടെ എണ്ണം. അതിനൊരു കണക്കുമില്ല. കലിംഗയുടെ മണ്ണ് ശരിക്കും ചോര കൊണ്ട് കുതിർന്നുപോയി. അപ്പോ ഇത്രയും വലിയൊരു നാശം കൺമുന്നിൽ കണ്ട ആ ചക്രവർത്തിയുടെ മനസ്സിൽ എന്തായിരിക്കും നടന്നിട്ടുണ്ടാവുക? ഇവിടെയാണ് കഥ മാറുന്നത്. ജയിച്ചതിന്റെ അഹങ്കാരമായിരുന്നില്ല അശോകന്. പകരം ഹൃദയം തകരുന്ന കുറ്റബോധമായിരുന്നു. ഇത് ഞാൻ പറയുന്നതല്ല കേട്ടോ, അശോകൻ തന്നെ കല്ലിൽ കൊത്തിവെച്ച വാക്കുകളാണ്. അദ്ദേഹത്തിന്റെ 13ാമത്തെ ശിലാശാസനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: കലിംഗ പിടിച്ചടക്കിയപ്പോൾ ദേവന്മാർക്ക് പ്രിയപ്പെട്ടവനായ എനിക്ക് വലിയ ഖേദം തോന്നി. കാരണം ഒരു സ്വതന്ത്ര രാജ്യത്തെ കീഴടക്കുമ്പോൾ അവിടെ നടക്കുന്ന കൊലയും മരണവും നാടുകടത്തലും അത് ഭയങ്കര ദുഃഖമുണ്ടാക്കുന്ന കാര്യമാണ്. എന്റെ മനസ്സിനെ അത് വല്ലാതെ തളർത്തുന്നു. ഇതൊരു രാജാവിന്റെ വിജയപ്രഖ്യാപനമായി തോന്നുന്നുണ്ടോ? ഇല്ല, ഇതൊരു കുറ്റസമ്മതമാണ്. അശോകന്റെ ഈ ദുഃഖത്തിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. സാധാരണ യുദ്ധം കഴിഞ്ഞാൽ രാജാക്കന്മാർ പടയാളികളുടെ കണക്കെടുക്കും. പക്ഷെ അശോകൻ വേദനിച്ചത് അവർക്ക് വേണ്ടി മാത്രമല്ല. ബ്രാഹ്മണർ, സന്യാസിമാർ, സാധാരണ വീട്ടുകാർ, ബന്ധുക്കൾ, അടിമകൾ, വേലക്കാർ, അങ്ങനെ സമൂഹത്തിലെ എല്ലാവരുടെയും വേദന അദ്ദേഹത്തെ അലട്ടി. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് വലിയ ദുഃഖവും ഖേദവും ഉണ്ടായതെന്ന് പറയുന്നത്. സാധാരണക്കാരുടെ വേദന ഒരു ഭരണാധികാരിയെ ഇത്രയധികം ബാധിക്കുന്നത് ചരിത്രത്തിൽ വളരെ അപൂർവമാണ്. ഈ കടുത്ത കുറ്റബോധത്തിൽ നിന്നാണ് ഒരു പുതിയ ആശയം, ഒരു പുതിയ ഭരണരീതി തന്നെ ഉണ്ടാകുന്നത്. വാളുകൊണ്ടുള്ള വിജയമല്ല, മറിച്ച് ധർമ്മം കൊണ്ടുള്ള വിജയമാണ് വലുത് എന്ന ചിന്തയിലേക്ക് മൗര്യസാമ്രാജ്യം മാറാൻ തുടങ്ങുകയായിരുന്നു. ഈ മാറ്റം എന്താണെന്ന് നമുക്ക് നോക്കാം. അതുവരെ ദിഗ്വിജയമായിരുന്നു ലക്ഷ്യം, അതായത് ആയുധം കൊണ്ട് ലോകം വെട്ടിപ്പിടിക്കുക. അതിൽ നിന്ന് അശോകൻ ധമ്മവിജയം എന്ന ആശയത്തിലേക്ക് മാറി, അതായത് ധർമ്മം കൊണ്ട് അല്ലെങ്കിൽ ശരിയായ മാർഗം കൊണ്ട് വിജയിക്കുക. പട്ടാളത്തിന്റെ ശക്തിക്ക് പകരം ധാർമ്മികതയുടെ ശക്തി വന്നു. യുദ്ധത്തിന്റെ പെരുമ്പറ, അതായത് ഭേരിഘോഷം നിന്നു. പകരം ധർമ്മത്തിന്റെ സന്ദേശം, ധമ്മഘോഷം മുഴങ്ങാൻ തുടങ്ങി. അപ്പോ എന്താണ് ഈ ധമ്മവിജയം എന്ന് ചോദിച്ചാൽ വളരെ ലളിതമാണ്.
ഒരാളെ ബലം പ്രയോഗിച്ച് കീഴടക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതും യഥാർത്ഥത്തിലുള്ളതുമായ വിജയമാണ് നമ്മുടെ ധാർമ്മികതയും നല്ല പെരുമാറ്റവും കൊണ്ട് അവരുടെ ഹൃദയം നേടുന്നത് എന്ന ചിന്ത. ഇതായിരുന്നു അശോകന്റെ പുതിയ പോളിസിയുടെ പ്രധാന ആശയം. അങ്ങനെ ആ ഒരൊറ്റ യുദ്ധത്തോടെ അശോകൻ എന്ന ചക്രവർത്തിയുടെ രൂപം തന്നെ മാറി. ലോകം വെട്ടിപ്പിടിക്കാൻ നടന്ന ഒരാൾ ധർമ്മത്തിന്റെ വഴി കാണിക്കുന്ന ഒരു ഭരണാധികാരിയായി മാറി. ചരിത്രത്തിൽ അദ്ദേഹത്തിന്റെ പേരുതന്നെ പുതിയൊരു രീതിയിൽ എഴുതപ്പെടാൻ തുടങ്ങി. അപ്പോൾ ചുരുക്കിപ്പറഞ്ഞാൽ കലിംഗ യുദ്ധമായിരുന്നു ആ വലിയ ടേണിംഗ് പോയിന്റ്. വാളെടുത്ത് സാമ്രാജ്യം വലുതാക്കിയ ഒരു യോദ്ധാവായ രാജാവിൽ നിന്ന് സമാധാനത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഒരാളായി അശോകൻ മാറി. മറ്റുള്ളവരുടെ നാട് പിടിച്ചടക്കുന്ന പരിപാടി അദ്ദേഹം പൂർണ്ണമായും നിർത്തി. പകരം അവരുടെ സംസ്കാരത്തെയും മനസ്സിനെയും നല്ല രീതിയിൽ സ്വാധീനിക്കാൻ തുടങ്ങി. കാരണം യഥാർത്ഥ വിജയം ധർമ്മം കൊണ്ടാണെന്ന് അദ്ദേഹം ആഴത്തിൽ മനസ്സിലാക്കിയിരുന്നു. അപ്പോ അശോകന്റെ ജീവിതം നമ്മുടെ മുന്നിലേക്ക് ഒരു വലിയ ചോദ്യം വെക്കുന്നുണ്ട്. ശക്തി ഉപയോഗിച്ച് നേടുന്ന വിജയമാണോ വലുത്, അതോ ശരിയായ മാർഗത്തിലൂടെ നേടുന്ന വിജയമാണോ വലുത്? 2300 വർഷം കഴിഞ്ഞിട്ടും ഈ ചോദ്യത്തിന് ഇന്നും പ്രസക്തിയുണ്ടല്ലേ? ഭരണാധികാരികൾക്ക് മാത്രമല്ല, നമുക്കെല്ലാവർക്കും. നമസ്കാരം. കലിംഗ യുദ്ധം കഴിഞ്ഞപ്പോൾ അശോക ചക്രവർത്തിയുടെ മുന്നില് ഒരു വലിയ ചോദ്യമുണ്ടായിരുന്നു. ഇത്രയും വലിയ വൈവിധ്യമാർന്ന ഒരു സാമ്രാജ്യത്തെ എങ്ങനെ ഒരുമിച്ച് നിർത്തും? സൈനിക ശക്തി കൊണ്ട് മാത്രം അത് സാധ്യമല്ലെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പോഴാണ് അദ്ദേഹം ഒരു പുതിയ ആശയം മുന്നോട്ടുവെച്ചത്: ധമ്മം. അപ്പോ എന്തായിരുന്നു ഈ ധമ്മം? അത് ബുദ്ധമതം തന്നെയായിരുന്നോ? അശോകന്റെ ഈ ഭരണതന്ത്രവും അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ വിശ്വാസവും തമ്മിൽ എന്ത് വ്യത്യാസമാണുണ്ടായിരുന്നത്? നമുക്ക് വിശദമായി നോക്കാം. അപ്പോ ഈ വിഷയം വ്യക്തമായി മനസ്സിലാക്കാൻ നമ്മൾ ആദ്യം അശോകൻ നേരിട്ട വെല്ലുവിളികളിൽ നിന്ന് തുടങ്ങും. അതിനുശേഷം അതിനൊരു പരിഹാരമായി അദ്ദേഹം കൊണ്ടുവന്ന ധമ്മം എന്താണെന്ന് നമ്മൾ നിർവചിക്കും. പിന്നെ അതെങ്ങനെയാണ് രാജ്യത്ത് നടപ്പിലാക്കിയതെന്നും അദ്ദേഹത്തിന്റെ സ്വന്തം മതമായ ബുദ്ധമതവുമായി ഇതിനെന്ത് ബന്ധമാണുണ്ടായിരുന്നതെന്നും പരിശോധിക്കും. അവസാനം ഇതിന്റെ എല്ലാം പിന്നിലെ യഥാർത്ഥ ലക്ഷ്യമെന്തായിരുന്നുവെന്നും നമുക്ക് നോക്കാം. ശരി, നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ കലിംഗ യുദ്ധത്തിനു ശേഷമുള്ള ഒരവസ്ഥയിലേക്ക് പോകാം. പുറമേന്ന് നോക്കുമ്പോൾ വലിയൊരു സാമ്രാജ്യം, പക്ഷെ അതിനകത്ത് പലതരത്തിലുള്ള ആളുകൾ, പല സംസ്കാരങ്ങൾ. ഇങ്ങനെ ഒരു വലിയ സാമ്രാജ്യത്തെ ഭരിക്കുക എന്നത് അശോകന് അത്ര എളുപ്പമായിരുന്നില്ല. എന്തൊക്കെയായിരുന്നു ആ വെല്ലുവിളികൾ എന്ന് നോക്കാം. അതായത്, സാമ്രാജ്യത്തിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. പലതരം മതങ്ങളും വിശ്വാസങ്ങളും ഉള്ളതുകൊണ്ടുതന്നെ അവർക്കിടയിൽ എപ്പോഴും പ്രശ്നങ്ങളുണ്ടായി. മൃഗബലി പോലുള്ള ആചാരങ്ങൾ വ്യാപകമായിരുന്നു. അടിമകളോടും ജോലിക്കാരോടും വളരെ മോശമായിട്ടായിരുന്നു പലരും പെരുമാറിയിരുന്നത്. എന്തിനധികം കുടുംബങ്ങൾക്കുള്ളിലും അയൽക്കാർ തമ്മിലും വഴക്കുകൾ പതിവായിരുന്നു. അപ്പോ ഇതിനെയെല്ലാം ഒന്നിപ്പിക്കാൻ ഒരു പൊതുവായ നിയമമോ അല്ലെങ്കിൽ ഒരു ധാർമ്മിക ചട്ടക്കൂടോ ആവശ്യമായിരുന്നു. ഈ സാഹചര്യമാണ് അശോകനെ പുതിയൊരു വഴിയെപ്പറ്റി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത്. അപ്പോ ഈ പ്രശ്നങ്ങൾക്കെല്ലാമുള്ള ഒരു പരിഹാരമായിട്ടാണ് അശോകൻ ധമ്മം എന്ന ആശയം മുന്നോട്ടുവെക്കുന്നത്. ഓർക്കണം, ഇതൊരു പുതിയ മതമായിരുന്നില്ല, മറിച്ച് സാമ്രാജ്യത്തിലെ സാമൂഹികവും ധാർമ്മികവുമായ വെല്ലുവിളികളെ നേരിടാൻ അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത ഒരു പുതിയ ഭരണ തത്വശാസ്ത്രമായിരുന്നു അത്. അപ്പൊ എന്താണ് ഈ ധമ്മം എന്ന് ചോദിച്ചാല്, സിമ്പിളായിട്ട് പറഞ്ഞാല് അതൊരു പെരുമാറ്റച്ചട്ടമാണ്. നല്ല രീതിയിൽ പെരുമാറുക, എല്ലാ മനുഷ്യർക്കും ബഹുമാനം കൊടുക്കുക, ഇങ്ങനൊരു ചിന്താഗതി എല്ലാവരിലും ഉണ്ടാക്കിയെടുക്കുക എന്നതായിരുന്നു ലക്ഷ്യം. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതേതെങ്കിലും ഒരു മതത്തിന്റെ മാത്രം കാര്യമായിരുന്നില്ല. എല്ലാ മതക്കാർക്കും ഒരുപോലെ സ്വീകരിക്കാൻ പറ്റുന്ന പൊതുവായ ചില കാര്യങ്ങളായിരുന്നു. ധർമ്മത്തിലെ പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ നമുക്കിത് കൂടുതൽ വ്യക്തമാകും. 1. അഹിംസ, അതായത് ജീവനുള്ള ഒന്നിനെയും ദ്രോഹിക്കരുത്. പിന്നെ സഹിഷ്ണുത, എല്ലാ മതങ്ങളെയും വിഭാഗങ്ങളെയും ഒരുപോലെ ബഹുമാനിക്കുക. അതോടൊപ്പം തന്നെ മാതാപിതാക്കളെ അനുസരിക്കുക, ഗുരുക്കന്മാരെ ബഹുമാനിക്കുക, ബന്ധുക്കളോടും ബ്രാഹ്മണരോടും സന്യാസിമാരോടും നന്നായി പെരുമാറുക. അടിമകളോടും ജോലിക്കാരോടുമുള്ള പെരുമാറ്റം നല്ലതായിരിക്കണം. ദയ, സത്യസന്ധത, കാരുണ്യം, ഇതൊക്കെയായിരുന്നു അതിലെ പ്രധാന തത്വങ്ങൾ. അശോകന്റെ തന്നെ വാക്കുകൾ കേൾക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ചിന്തയിലുണ്ടായ മാറ്റം നമുക്ക് ശരിക്കും മനസ്സിലാകും. അദ്ദേഹം പറയാണ്, വാളെടുത്ത് ആളുകളെ കീഴടക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ധമ്മം കൊണ്ട് അവരുടെ ഹൃദയം കീഴടക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സന്ദേശം ഞാൻ ഭാവിക്കുവേണ്ടി എഴുതിവയ്ക്കുകയാണ്. അവരും ധമ്മം പ്രചരിപ്പിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കണം. അതായത്, ദിഗ്വിജയം അഥവാ സൈനിക വിജയം എന്നതിൽ നിന്ന് ധമ്മവിജയം അഥവാ ധാർമ്മിക വിജയത്തിലേക്ക് അദ്ദേഹം മാറുകയായിരുന്നു. ശരി, അപ്പോ
ഈ ആശയം എങ്ങനെയാണ് അശോകൻ തന്റെ സാമ്രാജ്യത്തിൽ നടപ്പിലാക്കിയത്? ഇതൊരു വെറും ഐഡിയ ആയിരുന്നില്ലല്ലോ, അതൊരു സംസ്ഥാന പദ്ധതിയായി തന്നെ മാറി. ഇതിനായിട്ട് അദ്ദേഹം ഒരു പുതിയ തസ്തിക തന്നെ ഉണ്ടാക്കി, ധമ്മ മഹാമത്തന്മാർ. ഇവരൊരു പ്രത്യേകതരം ഉദ്യോഗസ്ഥരായിരുന്നു. ഇവരുടെ ജോലി എന്തായിരുന്നുവെന്നോ? നാട് നീളെ യാത്ര ചെയ്യുക, ജനങ്ങളോട് ധമ്മത്തെപ്പറ്റി സംസാരിക്കുക, അതെങ്ങനെ ജീവിതത്തിൽ പകർത്താം എന്ന് വളരെ ലളിതമായി പഠിപ്പിക്കുക. സ്ത്രീകൾക്കിടയിലും ഇവർ പ്രവർത്തിച്ചിരുന്നു. ഈ സ്ലൈഡ് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ധമ്മം എന്നു പറയുന്നത് വെറും ഉപദേശം മാത്രമായിരുന്നില്ല, അത് പ്രവൃത്തിയിൽ കാണിക്കുന്ന ഒന്നായിരുന്നു. റോഡുകൾ പണിതു, വഴിയാത്രക്കാർക്ക് വിശ്രമിക്കാൻ സത്രങ്ങളുണ്ടാക്കി, കുടിവെള്ളത്തിനായി കിണറുകൾ കുഴിച്ചു, ഹോസ്പിറ്റലുകൾ സ്ഥാപിച്ചു. ഒരു കാര്യം ശ്രദ്ധിക്കണം, മനുഷ്യർക്ക് മാത്രമല്ല മൃഗങ്ങൾക്കും ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കി. എല്ലാവരിലേക്കും ഈ സന്ദേശം എത്തണ്ടേ? അതിനായിട്ട് അശോകൻ തന്റെ സന്ദേശങ്ങൾ പാറകളിലും വലിയ തൂണുകളിലുമൊക്കെ കൊത്തിവെച്ചു. ഇനി വായിക്കാനറിയാത്തവരുണ്ടെങ്കിലോ അവർക്ക് ഈ സന്ദേശങ്ങൾ വായിച്ചു കേൾപ്പിക്കാൻ ഉദ്യോഗസ്ഥരെയും ഏർപ്പാടാക്കി. അത്രയും വിപുലമായൊരു പദ്ധതിയായിരുന്നു അത്. ഓക്കെ, ഇത്രയൊക്കെ കേൾക്കുമ്പോൾ എല്ലാവർക്കും സ്വാഭാവികമായും തോന്നുന്നൊരു സംശയമുണ്ട്. അശോകൻ ഒരു ബുദ്ധമത വിശ്വാസിയായിരുന്നല്ലോ, അപ്പോൾ ഈ ധമ്മം എന്ന് പറയുന്നത് ബുദ്ധമതം തന്നെയല്ലേ? എന്തായിരുന്നു ഇവ തമ്മിലുള്ള യഥാർത്ഥ ബന്ധം? നമുക്ക് നോക്കാം. നമുക്ക് ആ ചോദ്യം ഒന്നുകൂടി വ്യക്തമായി ചോദിക്കാം. അശോകന്റെ ധമ്മം എന്നത് ബുദ്ധമതത്തിന് ഒരു പുതിയ പേരിട്ട് അവതരിപ്പിച്ചതാണോ, അതോ രണ്ടും രണ്ടാണോ? ഇതിന്റെ ഉത്തരം നമുക്ക് ഈ പട്ടിക നോക്കിയാൽ വളരെ വ്യക്തമായി കിട്ടും. നോക്കൂ, അശോകന്റെ വ്യക്തിപരമായ വിശ്വാസമായിരുന്നു ബുദ്ധമതം. അതിന്റെ ലക്ഷ്യം നിർവ്വാണം നേടുക എന്നതായിരുന്നു. അതിന് 4 ആര്യസത്യങ്ങളും അഷ്ടാംഗമാർഗവുമൊക്കെ പിന്തുടരണം. പക്ഷെ ധമ്മം അദ്ദേഹത്തിന്റെ പബ്ലിക് പോളിസി, അതായത് ഭരണനയമായിരുന്നു. അതിന്റെ ലക്ഷ്യം സമൂഹത്തിൽ സമാധാനവും ഐക്യവും ഉണ്ടാക്കുക എന്നതായിരുന്നു. ഒന്ന് വ്യക്തിപരമായ മോക്ഷത്തിനു വേണ്ടിയുള്ളതായിരുന്നു, മറ്റൊന്ന് രാജ്യത്തിന്റെ ക്ഷേമത്തിനു വേണ്ടിയുള്ളതായിരുന്നു. കണ്ടില്ലേ വ്യത്യാസം? അതേസമയം അശോകൻ ബുദ്ധമതത്തെ പ്രോത്സാഹിപ്പിച്ചില്ല എന്നല്ല ഇതിനർത്ഥം. അദ്ദേഹം നല്ലൊരു ബുദ്ധമത വിശ്വാസിയായിരുന്നു. പാടലീപുത്രത്തിൽ വെച്ച് 3ാമത്തെ ബുദ്ധമത സമ്മേളനം നടത്തിയത് അദ്ദേഹമാണ്. സ്വന്തം മകനെയും മകളെയും വരെ ബുദ്ധമത പ്രചാരണത്തിനായി ശ്രീലങ്കയിലേക്ക് അയച്ചു. പക്ഷേ ഇവിടെയാണ് നമ്മളൊരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കേണ്ടത്. അദ്ദേഹം മറ്റു മതങ്ങളെയും ഒരുപോലെ ബഹുമാനിച്ചിരുന്നു. ഉദാഹരണത്തിന് അജീവകർക്ക് ബാർബര ഗുഹകൾ ദാനം ചെയ്തത് ഇതിന് തെളിവാണ്. അതായത്, എന്റെ മതം ബുദ്ധമതമാണ്, പക്ഷേ എന്റെ രാജ്യത്തിന്റെ നയം എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണുന്ന ധമ്മമാണ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട്. അപ്പോ ഇതിന്റെയെല്ലാം പിന്നിലെ ആത്യന്തികമായ ലക്ഷ്യമെന്തായിരുന്നു? ഒരു ചക്രവർത്തി എന്ന നിലയിൽ അശോകന്റെ ഗ്രാൻഡ് സ്ട്രാറ്റജി എന്തായിരുന്നു? എന്തിനായിരുന്നു ഈ ധമ്മം എന്ന ആശയം ഇത്രയധികം പ്രചരിപ്പിച്ചത്? ലക്ഷ്യം വളരെ വ്യക്തമായിരുന്നു. ഇത്രയും വലിയ പലതരം ആളുകളും വിശ്വാസങ്ങളുമുള്ളൊരു സാമ്രാജ്യത്തെ ഒന്നിച്ചു നിർത്തുക. അതിന് യുദ്ധം മാത്രം പോരാ. എല്ലാവർക്കും ഒരുമിച്ചു നിൽക്കാൻ ഒരു പൊതുവായ ധാർമ്മിക അടിത്തറ വേണം. ആ അടിത്തറയായിരുന്നു ധമ്മം. സ്നേഹം കൊണ്ടും ധാർമ്മികത കൊണ്ടും രാജ്യത്തെ ഒന്നായി ബന്ധിപ്പിക്കുക. അതായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ ഒരു ചോദ്യം ബാക്കിയാണ്. ഒരു വലിയ സാമ്രാജ്യത്തെ ഒരുമിച്ചു നിർത്താൻ വാളെടുക്കുന്നതിനേക്കാൾ ശക്തി ഒരു നല്ല ആശയത്തിനുണ്ടാകുമോ? ധാർമ്മികത കൊണ്ട് ഒരു രാജ്യത്തെ ഭരിക്കാൻ കഴിയുമോ? അശോകന്റെ ഈ പരീക്ഷണം, അതിന്റെ ഫലം എന്തുതന്നെയായാലും നമ്മളെ ഇന്നും ചിന്തിപ്പിക്കുന്ന ഒന്നാണ്. നമസ്കാരം. ഇന്ന് നമ്മൾ ഒരു ചരിത്രത്തിലേക്ക് ഊളിയിടാൻ പോകുകയാണ്. മൗര്യ കാലഘട്ടത്തിലെ, അതിൽ തന്നെ അശോക ചക്രവർത്തിയുടെ കാലത്തേക്കുള്ള ഒരു യാത്ര. ഈ യാത്രയിൽ നമ്മുടെ വഴികാട്ടിയാവുന്നത് അശോകൻ തന്നെ കല്ലുകളിൽ കൊത്തിവെച്ച സന്ദേശങ്ങളാണ്. അപ്പോ ഈ ശാസനങ്ങൾ എങ്ങനെയാണ് ആ കാലഘട്ടത്തെ മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്നതെന്ന് നോക്കാം. ഒന്ന് ആലോചിച്ചു നോക്കൂ. 2250 വർഷങ്ങൾക്കപ്പുറം ജീവിച്ചിരുന്ന ഒരു ഭരണാധികാരിയുടെ ശബ്ദം, അദ്ദേഹത്തിന്റെ ആശയങ്ങൾ നമുക്കിന്ന് എങ്ങനെയാണ് കേൾക്കാൻ സാധിക്കുന്നത്? ഇതൊരു വലിയ ചോദ്യം തന്നെയാണല്ലേ? അതിനുള്ള ഉത്തരം അശോകൻ തന്നെ നമുക്കായി കരുതിവെച്ചിട്ടുണ്ട്. പാറകളിലും മിനുക്കിയ കൽത്തൂണുകളിലും കൊത്തിവെച്ച അദ്ദേഹത്തിന്റെ സന്ദേശങ്ങളിലൂടെ. ഒരു ഭരണാധികാരിയിൽ നിന്ന് മാറ്റങ്ങളൊന്നും വരാതെ നമുക്ക് നേരിട്ട് കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകളാണ് ഇവ. അപ്പോ ഈ കല്ലിൽ കൊത്തിയ ശബ്ദത്തിന് എന്താണിത്ര പ്രാധാന്യം? എങ്ങനെയാണ് ഇത് മൗര്യ സാമ്രാജ്യത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകളെ തന്നെ മാറ്റിമറിച്ചത്? നമുക്ക് നോക്കാം. ഇതൊരു ചെറിയ കാര്യമല്ല. കാരണം പുരാതന ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു രാജാവ് തന്റെ ജനങ്ങളോട് നേരിട്ട് സംസാരിക്കുന്നത്, അതും ഇതുപോലുള്ള ശാസനങ്ങളിലൂടെ. ഇത് ശരിക്കും ഭരണരംഗത്തെ ഒരു പുതിയ തുടക്കമായിരുന്നു.
പക്ഷേ ഒരു പ്രശ്നമുണ്ടായിരുന്നു. അശോകന് ശേഷം ഈ ലിപി, അതായത് ബ്രാഹ്മി, ആളുകൾ മറന്നുപോയി. അതോടെ നൂറ്റാണ്ടുകളോളം ഈ കല്ലുകളിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് ആർക്കും മനസ്സിലായില്ല. ഒടുവിൽ 1837 ജെയിംസ് പ്രിൻസിപ്പ് എന്നൊരാള് ഇത് വായിച്ചെടുത്തു. അതോടെ ഇന്ത്യൻ ചരിത്രത്തിന്റെ തന്നെ ഒരു പുതിയ അധ്യായം തുറക്കുകയായിരുന്നു. ഓക്കെ, അപ്പോ ഈ ശാസനങ്ങൾ എന്തൊക്കെ തരത്തിലുണ്ട്? നമുക്കവയെ ഒന്ന് തരംതിരിച്ചു നോക്കാം. ഇത് മനസ്സിലാക്കിയാൽ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാവും. നമ്മൾ ശാസനം അല്ലെങ്കിൽ എഡിക്റ്റ് എന്ന് കേൾക്കുമ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? സിമ്പിളായി പറഞ്ഞാൽ അതൊരു രാജകീയ ഉത്തരവാണ്. എല്ലാവരും കാണുന്ന രീതിയിൽ പൊതുസ്ഥലങ്ങളിൽ കൊത്തിവെച്ച ഒരു പ്രഖ്യാപനം, അത്രയുള്ളൂ. അപ്പോ അശോകന്റെ ശാസനങ്ങളെ നമുക്ക് പ്രധാനമായും രണ്ടായി തിരിക്കാം: പാരശാസനങ്ങളും സ്തംഭശാസനങ്ങളും. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പാറകളിൽ കൊത്തിയവയാണ് റോക്ക് എഡിക്റ്റുകൾ. ഇവ സാമ്രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ജനവാസമുള്ളയിടങ്ങളിലും കാണാം. സ്തംഭശാസനങ്ങളാണെങ്കിൽ നല്ല മിനുസമുള്ള ഒറ്റക്കൽ തൂണുകളിലാണ് കൊത്തിയിരിക്കുന്നത്. ഇവ കൂടുതലും ഗംഗാസമതലത്തിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ഇവിടെയാണ് അശോകന്റെ ഒരു ഭരണതന്ത്രജ്ഞനെ നമുക്ക് കാണാൻ കഴിയുന്നത്. അദ്ദേഹം എല്ലായിടത്തും ഒരേ ഭാഷയും ലിപിയുമല്ല ഉപയോഗിച്ചത്. സാമ്രാജ്യത്തിന്റെ മിക്ക ഭാഗങ്ങളിലും പ്രാകൃത ഭാഷയും ബ്രാഹ്മി ലിപിയുമായിരുന്നു. പക്ഷേ നോർത്ത് വെസ്റ്റ് ഭാഗത്തേക്ക് പോകുമ്പോൾ അവിടെയുള്ള ആളുകൾക്ക് മനസ്സിലാകുന്ന ഖരോഷ്ഠി ലിപി ഉപയോഗിച്ചു. ഇനി അഫ്ഗാനിസ്ഥാനിലോ, അവിടെ ഗ്രീക്കും അരാമായിക്കും ഉപയോഗിച്ചു. ഇതിൽ നിന്ന് എന്തു മനസ്സിലാക്കാം? തന്റെ സന്ദേശം എല്ലാവരിലേക്കും എത്തണമെന്ന നിർബന്ധം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇനി ഈ ശാസനങ്ങളെ എവിടെയൊക്കെയാണ് സ്ഥാപിച്ചിരിക്കുന്നത് എന്ന് നോക്കുന്നത് രസകരമാണ്. കാരണം അത് മൗര്യ സാമ്രാജ്യത്തിന്റെ വലിപ്പത്തെക്കുറിച്ച് നമുക്കൊരു ഗംഭീര ഐഡിയ തരും. വെറുതെ എവിടെയെങ്കിലും കുത്തിവെക്കുകയായിരുന്നില്ല. പണ്ടത്തെ പ്രധാന പാതയോരങ്ങളിലും നഗരങ്ങളിലുമാണിവ സ്ഥാപിച്ചത്. ഒരുതരം അന്നത്തെ ഇൻഫർമേഷൻ ഹൈവേ പോലെ. അഫ്ഗാനിസ്ഥാനിലെ കാണ്ഡഹാർ മുതൽ ഇങ്ങ് തെക്ക് കർണാടക വരെ ആ ഒരു വിശാല സാമ്രാജ്യത്തിന്റെ അതിരുകൾ വരയ്ക്കാൻ ഈ കല്ലുകൾ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇനി ഒരു രസകരമായ കാര്യം പറയാം. അശോകന്റെ അശോക എന്ന പേര് വളരെ കുറച്ച് ശാസനങ്ങളിലേ കാണുന്നുള്ളൂ, അതും കൂടുതലും തെക്കുള്ളവയിൽ. ബാക്കി എല്ലാത്തിലും അദ്ദേഹം സ്വയം വിശേഷിപ്പിക്കുന്നത് ദേവാനാംപിയ പിയദസ്സി എന്നാണ്, അതായത് ദേവന്മാർക്ക് പ്രിയപ്പെട്ടവൻ. ഇത് അദ്ദേഹത്തിന്റെ ഒരു രാജകീയ പദവിയെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോ അശോകൻ എപ്പോഴാണ് ജീവിച്ചിരുന്നത്? ചരിത്രത്തിൽ അദ്ദേഹത്തെ കൃത്യമായി എവിടെ നിർത്താം? അതിന് മൗര്യവംശത്തിന്റെ ഒരു ടൈം ലൈൻ നോക്കാം. ഇത് വളരെ പ്രധാനമാണ്. BCE 322 ചന്ദ്രഗുപ്ത മൗര്യൻ സാമ്രാജ്യം സ്ഥാപിക്കുന്നു. അദ്ദേഹത്തിനു ശേഷം മകൻ ബിന്ദുസാരൻ വരുന്നു. പിന്നെയാണ് ഏകദേശം BCE 268 ബിന്ദുസാരന്റെ മകനായ അശോകൻ അധികാരത്തിൽ വരുന്നത്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ശാസനങ്ങളെല്ലാം സ്ഥാപിക്കപ്പെട്ടത് ഈ കാലഘട്ടത്തിലാണ്. അപ്പോ ഈ ശാസനങ്ങളുടെയൊക്കെ വെളിച്ചത്തിൽ ചരിത്രത്തിൽ അശോകന്റെ സ്ഥാനമെന്താണ്? അദ്ദേഹത്തിന്റെ സംഭാവനകളെ നമുക്ക് പ്രധാനമായും 4 കാര്യങ്ങളായിട്ട് ചുരുക്കാം. ഒന്നാമത്തേത് രാഷ്ട്രീയ ഏകീകരണം. ചിന്തിച്ചു നോക്കൂ, അത്രയും വലിയൊരു സാമ്രാജ്യത്തെ ഒരുമിച്ചു നിർത്താൻ അദ്ദേഹം ഉപയോഗിച്ച വഴികൾ: ധമ്മം എന്ന ഒരു പൊതുനിയമം, പ്രാകൃതം എന്ന ഒരു പൊതുമായ ഭാഷ, ബ്രാഹ്മി എന്ന ഒരു പ്രധാന ലിപി. ഇവയെല്ലാം വഴി അദ്ദേഹം ഒരു സാംസ്കാരിക ഐക്യമുണ്ടാക്കാൻ ശ്രമിച്ചു. രണ്ടാമത്തേത് സഹിഷ്ണുത. ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. തന്റെ ഒരു ശാസനത്തിൽ അദ്ദേഹം പറയുന്നു, എല്ലാ മതവിഭാഗങ്ങളെയും ബഹുമാനിക്കണമെന്ന്. വെറുതെ പറയുക മാത്രമല്ല, അജീവികരെ പോലുള്ള ബുദ്ധമതക്കാരല്ലാത്ത സന്യാസിമാർക്ക് അദ്ദേഹം ഗുഹകൾ ദാനം ചെയ്തതിന് വരെ നമുക്ക് തെളിവുണ്ട്. മൂന്നാമതായി സാംസ്കാരിക ബന്ധങ്ങൾ പ്രോത്സാഹിപ്പിച്ചത്. അദ്ദേഹം ബുദ്ധമത സന്ദേശങ്ങളുമായി സിറിയ, ഈജിപ്റ്റ്, ഗ്രീസ് പോലുള്ള രാജ്യങ്ങളിലേക്ക് വരെ ദൂതന്മാരെ അയച്ചു. ഒരു തരത്തിൽ പറഞ്ഞാൽ ഇന്ത്യൻ ആശയങ്ങളെ ലോകത്തിന് പരിചയപ്പെടുത്തിയ ആദ്യത്തെ ഒരു ഗ്ലോബൽ അംബാസിഡറായിരുന്നു അശോകൻ. അവസാനമായി ഒരുപക്ഷേ ഏറ്റവും വിപ്ലവകരമായ ആശയം സമാധാന നയം. കലിംഗ യുദ്ധത്തിനു ശേഷം അദ്ദേഹം യുദ്ധം ഉപേക്ഷിച്ചു. 13ാമത്തെ പാറശാസനത്തിൽ അദ്ദേഹം ഇതിനെക്കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട്. ഇനി വാളുകൊണ്ടുള്ള വിജയമല്ല, ധമ്മം കൊണ്ടുള്ള വിജയമാണ് വേണ്ടതെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. അദ്ദേഹത്തിന്റെ ഭരണസങ്കല്പത്തിന്റെ കാതൽ കലിംഗ ശാസനത്തിലെ ഈയൊരു വാചകത്തിലുണ്ട്: എല്ലാ മനുഷ്യരും എന്റെ മക്കളാണ്. ഒരു ഭരണാധികാരി തന്റെ പ്രജകളെ എങ്ങനെ കാണണമെന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത്. അപ്പോ ചുരുക്കി പറഞ്ഞാല് അശോകന്റെ ശാസനങ്ങൾ വെറും രാജകീയ വിളംബരങ്ങളായിരുന്നില്ല. അത് മൗര്യ കാലഘട്ടത്തിലേക്കുള്ള ഒരു താക്കോലാണ്. ഭരണം, സമൂഹം, ചിന്തകൾ എല്ലാം നമുക്കവിടെ കാണാം. ഈ കല്ലുകൾ അശോകനെ ചരിത്രത്തിലെ ഏറ്റവും സവിശേഷനായ ഒരു ഭരണാധികാരിയാക്കി മാറ്റുന്നു.
ഇനിയൊരു നിമിഷം ചിന്തിച്ചു നോക്കൂ. ഇന്നത്തെ ഒരു ഭരണാധികാരിക്ക് ഭാവിയിലേക്കായി ഒരു സന്ദേശം കല്ലിൽ കൊത്തിവെക്കാൻ അവസരം കിട്ടിയാൽ എന്തായിരിക്കും ആ സന്ദേശം? നമുക്കാദ്യം ഒന്നാം ശിലാശാസനത്തെക്കുറിച്ച് മനസ്സിലാക്കാം. ഇത് മൃഗബലിയും അനാവശ്യമായ ആഘോഷങ്ങളും അഥവാ സമാജം നിരോധിച്ചു. ഇത് അഹിംസയിലേക്കുള്ള ഭരണകൂടത്തിന്റെ മാറ്റത്തെ സൂചിപ്പിക്കുന്നു. ഇനി രണ്ടാം ശിലാശാസനം നോക്കാം. മനുഷ്യർക്കും മൃഗങ്ങൾക്കും വേണ്ടിയുള്ള ചികിത്സാ സൗകര്യങ്ങൾ, ഔഷധസസ്യങ്ങൾ നട്ടുപിടിപ്പിക്കുക. ദക്ഷിണേന്ത്യൻ രാജ്യങ്ങളായ ചോള, പാണ്ഡ്യ, സത്യപുത്ര, കേരളപുത്ര അഥവാ ചേരർ എന്നിവരെക്കുറിച്ച് പരാമർശിക്കുന്നു. ഇനി മൂന്നാം ശിലാശാസനം നോക്കാം. ധമ്മ പ്രചരിപ്പിക്കുന്നതിനായി യുക്തന്മാർ, രാജുക്കന്മാർ, പ്രാദേശികന്മാർ എന്നിവർ 5 വർഷത്തിലൊരിക്കൽ രാജ്യം സന്ദർശിക്കണം. ധാർമ്മിക ഭരണം ഉറപ്പാക്കാനുള്ള ഭരണ സംവിധാനത്തെ വ്യക്തമാക്കുന്നു. ഇനി നാലാം ശിലാശാസനം. ധമ്മസമൂഹത്തിലുണ്ടാക്കിയ മാറ്റം. യുദ്ധഭേരിയുടെ ശബ്ദം അഥവാ ഭേരിഘോഷം ധർമ്മത്തിന്റെ ശബ്ദമായി മാറി. സൈനിക അധിനിവേശത്തിൽ നിന്ന് സാംസ്കാരിക അധിനിവേശത്തിലേക്കുള്ള മാറ്റം. അഞ്ചാം ശിലാശാസനം. ധമ്മമഹാമാത്രന്മാരുടെ അഥവാ ധർമ്മസംരക്ഷകരുടെ നിയമനം. അടിമകളുടെയും ഭൃത്യരുടെയും ക്ഷേമത്തിൽ ഭരണകൂടത്തിനുള്ള താൽപര്യം വ്യക്തമാക്കുന്നു. ആറാം ശിലാശാസനം. ഏതു സമയത്തും ജനങ്ങൾക്ക് രാജാവിനെ സമീപിക്കാം. ഭരണപരമായ കാര്യക്ഷമത. പൊതുജനക്ഷേമത്തിനായി രാജാവ് എപ്പോഴും ലഭ്യമായിരിക്കണമെന്ന നയം. ഏഴാം ശിലാശാസനം. എല്ലാ മതവിഭാഗങ്ങൾക്കിടയിലും സഹിഷ്ണുത വേണമെന്ന ആഹ്വാനം. പുരാതന ഇന്ത്യയിലെ മതസൗഹാർദ്ദത്തിന്റെയും മതേതരത്വത്തിന്റെയും തെളിവ്. എട്ടാം ശിലാശാസനം. അശോകൻ ബോധ്ഗയയിലേക്ക് നടത്തിയ ആദ്യത്തെ ധർമ്മയാത്രയെക്കുറിച്ച് വിവരിക്കുന്നു. വിനോദയാത്രകൾക്ക് പകരം തീർത്ഥാടനയാത്രകൾ ആരംഭിച്ചു. നമുക്ക് 9ാം ശിലാശാസനത്തിൽ നിന്നും തുടങ്ങാം. അനാവശ്യ ആചാരങ്ങളെ വിമർശിക്കുന്നു, പകരം ധമ്മമംഗളത്തിന് പ്രാധാന്യം നൽകുന്നു. പൊള്ളയായ ആചാരങ്ങളെക്കാൾ ധാർമ്മികതയ്ക്കാണ് പ്രാധാന്യമെന്ന് ഓർമ്മിപ്പിക്കുന്നു. പരീക്ഷകൾക്കാവശ്യമുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത്. അശോകൻ പൊള്ളയായ ആചാരങ്ങളെല്ലാം തള്ളിക്കളഞ്ഞ് ധർമ്മം പിന്തുടരുന്നതിന്റെ പ്രാധാന്യം എടുത്തുകാണിക്കുന്നു. ഇത് വിനയത്തിന്റെയും പുണ്യത്തിന്റെയും ബുദ്ധമത തത്വങ്ങൾ പ്രതിഫലിപ്പിക്കുന്നു. ഇനി 10ാം ശിലാശാസനം നോക്കാം. ഇതിൽ അശോകൻ പ്രശസ്തിയെയും ആഡംബരത്തെയും തള്ളിക്കളയുന്നു. ധർമ്മം പിന്തുടരുന്നതിലാണ് യഥാർത്ഥ നേട്ടമെന്ന് പ്രഖ്യാപിക്കുന്നു. ഇനി 11ാം ശിലാശാസനം നോക്കാം. ഇതിലാണ് ധർമ്മത്തെക്കുറിച്ചുള്ള വിശദമായ വിശദീകരണം നൽകുന്നത്. ധർമ്മദാനമാണ് ഏറ്റവും ഉത്തമമായ ദാനമെന്നും പറയുന്നു. പൗരന്മാരുടെ സാമൂഹികവും ധാർമ്മികവുമായ കടമകൾ നിർവചിക്കുന്നു. ഇത് നമ്മുടെ ചുമതലകളെക്കുറിച്ചുള്ള ബോധം നൽകുന്നു. ഇനി 12ാം ശിലാശാസനത്തിലേക്ക് കടക്കാം. ഇതാണ് മതസഹിഷ്ണുതയെക്കുറിച്ചുള്ള വിശദമായ ആഹ്വാനം. മൗര്യകാലത്തെ മതനയം മനസ്സിലാക്കാൻ ഏറ്റവും അനുയോജ്യമായ ശിലാശാസനം ഇതാണ്. ഇത് അശോകന്റെ വിശാല ദൃഷ്ടിയാണ് കാണിക്കുന്നത്. ഇത് ഇന്നത്തെ സാമൂഹിക അന്തരീക്ഷത്തിലും പ്രസക്തമാണ്. നമുക്ക് 13ാം ശിലാശാസനത്തിലേക്ക് കിടക്കാം. കലിംഗയുദ്ധം. യുദ്ധവിജയവും അതിനുശേഷമുണ്ടായ ദുഃഖവും വിവരിക്കുന്നു. ഏറ്റവും പ്രധാനം ഗ്രീക്ക് രാജാക്കന്മാരായ അന്ത്യോക്കസ്, ടോളമി, ആന്റിഗോണസ് തുടങ്ങിയവരെക്കുറിച്ച് പരാമർശിക്കുന്നു. 14ാം ശിലാശാസനം ലിഖിതങ്ങളുടെ ഉദ്ദേശ്യം ഓരോ സ്ഥലത്തെയും പ്രസക്തിയനുസരിച്ചാണിവ കുത്തിവെച്ചിട്ടുള്ളതെന്ന് വിശദീകരിക്കുന്നു. ശാസനങ്ങളുടെ ഒരു സമാപനം. ഭബ്രു അല്ലെങ്കിൽ ബൈരാത് ശാസനം. ബുദ്ധൻ, ധമ്മം, സംഘം എന്നിവയിലുള്ള തന്റെ വിശ്വാസം അശോകൻ ഇതിൽ വ്യക്തമാക്കുന്നു. അദ്ദേഹം ബുദ്ധമതം സ്വീകരിച്ചതിന്റെ ഏറ്റവും നേരിട്ടുള്ള തെളിവാണിത്. രുമ്മിൻഡൈ സ്തംഭലിഖിതം. ലുംബിനി ബുദ്ധന്റെ ജന്മസ്ഥലം സന്ദർശിച്ചതിന്റെ സ്മരണയ്ക്കായി നിർമ്മിച്ചത്. ഗ്രാമത്തിലെ നികുതികളിൽ നൽകിയ ഇളവുകളെക്കുറിച്ച് ഇതിൽ പറയുന്നു. മാസ്കി ഗുജ്ജറ ശാസനങ്ങൾ. സാധാരണയായി ദേവനാംപിയ പിയദസ്സി എന്ന് വിശേഷിപ്പിക്കാറുള്ള രാജാവിനെ അശോകൻ എന്ന സ്വന്തം പേരിൽ പരാമർശിക്കുന്ന അപൂർവം ലിഖിതങ്ങളാണിത്. കന്ദഹാർ ലിഖിതം. ഗ്രീക്കും അരാമിക്കും ഭാഷകളിൽ എഴുതപ്പെട്ട ഈ ലിഖിതം സാമ്രാജ്യത്തിന്റെ അതിർത്തി പ്രദേശങ്ങളിലെ വൈവിധ്യം വ്യക്തമാക്കുന്നു. പാരമ്പര്യത്തിന്റെ പ്രതീകം. അശോകന്റെ ലയൺ ക്യാപിറ്റൽ ഉത്തർപ്രദേശിലെ സാരനാഥിൽ നിന്നാണ് ഉത്ഭവിച്ചത്. തുടർച്ചയായി 4 സിംഹങ്ങൾ ധർമ്മം പ്രചരിപ്പിക്കുന്നതിനെ പ്രതീകപ്പെടുത്തുന്നു. 1950-ൽ ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായി സ്വീകരിച്ചു. അടിത്തറയിലുള്ള ധർമ്മചക്രം ദേശീയ പതാകയിലാണുള്ളത്.